വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഡാഡിയുടെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണത്തിന് പോവാണ് ഞങ്ങൾ. അപ്പോൾ ഫാമിലി ആയിട്ടാണ് കേട്ടോ പോയിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു അമ്മായി ഉണ്ടായിരുന്നു, അമ്മായി ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരും അങ്ങോട്ട് വന്നിരുന്നു. അപ്പോൾ ഇവർക്ക് ഗൾഫിൽ ഒപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇവർ 3 പേരും. എൻ്റെ അമ്മായിയുടെ ഹസ്ബൻഡും എൻ്റെ ഉപ്പയും പിന്നെ ഈ ഫ്രണ്ടും. അപ്പോൾ അവരും വന്നിരുന്നു കേട്ടോ, വെഡ്ഡിങ്ങിന് അവരും വന്നിരുന്നു. അവരുടെ കാറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദൂരം പോകാണ്ട് കേട്ടോ, ഇവിടെ ഒന്നല്ല, കുറച്ച് അധികം ദൂരം പോകാണ്ട്. മലപ്പുറത്ത് തന്നെയാണ്, പക്ഷേ താനൂര് ആ ഭാഗത്താണ്. ഞങ്ങൾക്ക് ലോങ്ങാണ്. അപ്പോൾ കുറേ ദൂരം പോകണ്ടായിരുന്നു. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര മഴയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ എത്തോളം മഴയായിരുന്നു. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞിട്ടും മഴ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നൊരു മഴ ദിവസമായിരുന്നു. അപ്പോൾ ഒരുപാട് വർഷമായിട്ടുള്ള ബന്ധമാണ് കേട്ടോ എൻ്റെ ഉപ്പയും ഫ്രണ്ടും. അത്രയും ഒറ്റ സുഹൃത്താണ്. അപ്പോൾ അതുകൊണ്ടാണ് വീട്ടിൽ വന്നിട്ട് എല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. മഴ കാരണം ഭയങ്കര ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഷൂട്ട് ചെയ്യുമ്പോഴൊക്കെ മഴ കാരണമായിട്ടാണെന്ന് തോന്നുന്നു. എല്ലാ ഷൂട്ടിലും അങ്ങനെ തന്നെയാണ്, ഒരു വെളിച്ചമില്ലാത്ത ലൈറ്റ് ഇല്ലാത്ത പോലെ ഷൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ കുറേ ദൂരം പോവാണ്ട് കേട്ടോ, നമുക്ക് കുറേ ദൂരം പോകാണ്ട്. അതിൽ ചില സ്ഥലത്തൊന്നും മഴ ഉണ്ടായിരുന്നില്ല. താനാളൂര് ആ ഭാഗത്ത് എവിടെയാണ് കേട്ടോ നമ്മളെ ഓഡിറ്റോറിയം വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് വഴി അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ലൊക്കേഷൻ നോക്കിയിട്ടാണ് പോയിരുന്നത്. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഗൂഗിൾ മാപ്പിൽ ഇടുങ്ങിയ വഴിയൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ ആരോടെങ്കിലും ചോദിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്, ലൊക്കേഷൻ അറിയാത്ത കാരണം. പിന്നെ പാതി വഴിയിൽ വെച്ചിട്ട് ഞാൻ എൻ്റെ അമ്മായിയുടെ കാറിൽ കയറിട്ടോ. അതിലാണ് ഞാൻ ഓഡിറ്റോറിയത്തിലേക്ക് പോയത്. അപ്പോൾ ഇതെൻ്റെ അമ്മായിയുടെ മോളാണ് കേട്ടോ, ചെറിയ മോളാണ്. മൂത്തതൊക്കെ ബോയ്സാണ്. അവർക്ക് വർക്ക് ചെയ്യാണ്, ഒരാൾ പഠിക്കുകയാണ്. ഒരുപാട് ഇയേഴ്സായി വഴിയൊക്കെ വന്നിട്ട്. ഞാൻ +2 എങ്ങാനും പഠിക്കുമ്പോൾ പോയതാണ് ഈ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. അതെനിക്ക് ഓർമ്മയുണ്ട്. നല്ലൊരു അടിപൊളി സ്വഭാവമുള്ള ആൾക്കാരാണ് കേട്ടോ. വഴിക്കൊക്കെ നല്ല ബിഹേവാണ്. നമ്മളെ ഇങ്ങനെ സൽക്കാരപ്രിയരാണ്. ഫുഡ് കഴിച്ചോളി, അത് കഴിച്ചില്ല, ഇത് കഴിച്ചില്ല, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നല്ല സ്വഭാവമുള്ളവർ. അപ്പോൾ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഉമ്മയ്ക്ക് ഇറങ്ങുന്നുണ്ട് കാറിൽ നിന്ന്. അപ്പോൾ ഇതാണ് ഓഡിറ്റോറിയം, ഇതാണ് നമ്മളെ ബ്രൈഡ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചെക്കൻ വന്നിട്ടോ. അപ്പോൾ സ്റ്റേജിലിരിക്കണതാണ് ആ ചെക്കൻ. ഓഡിറ്റോറിയത്തിൽ നിന്ന് ഫുള്ള് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, കാരണം ഭയങ്കര ക്രൗഡായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വല്ലാതെ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടുന്ന് വേഗം ഇറങ്ങിട്ടോ, ഞങ്ങൾ അവിടുന്ന് വേഗം ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സ്ഥലം എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഓഡിറ്റോറിയത്തിൽ നിന്ന് കുറച്ചധികം ദൂരം ഉണ്ട് തോന്നുന്നു ആ സ്ഥലത്തേക്ക്. പക്ഷേ എത്രയും കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. ഒരു 6-7 കിലോമീറ്ററൊക്കെയാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. കുറേ ദൂരം പോയ പോലെ തോന്നി. പിന്നെ മഴയായത് കാരണം നമുക്ക് ലൊക്കേഷൻ ഭയങ്കര ടാസ്ക് ചെയ്യുന്നുണ്ട്. ലൊക്കേഷൻ കണ്ടെത്തുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കുള്ള ഒരു കാര്യമാണ് ഈ അറിയാത്ത വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ. അപ്പോൾ ലൊക്കേഷൻ നോക്കിയിട്ട് തന്നെ പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും നമുക്ക് അതിൽ ഷോർട്ട് കട്ടൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ പെടും. പിന്നെ റേഞ്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു കേട്ടോ. റേഞ്ചിൻ്റെ നല്ല ഇഷ്യൂ ഉണ്ടായിരുന്നു മഴ കാരണം. ഒന്നാമത് കുറേ വളവും തിരിവുമായിരുന്നു. അതാണ് നമുക്ക് ലാഗായിട്ട് തോന്നുന്നത്. കുറേ വളവും തിരിവുണ്ടായിരുന്നു കേട്ടോ. സ്ട്രൈറ്റ് ആയിട്ടാണെങ്കിൽ നമുക്ക്
പെട്ടെന്ന് എത്തുമായിരുന്നു. ഇത് കുറച്ച് ഉള്ളേരിയാണ് തോന്നുന്നു. മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കിന്നാരങ്ങൾ ചൊല്ലി നിന്ന് മിന്നാരത്തിൻ ചാരി നിന്ന് ഷവ്വാലിന്റെ അന്നു വന്ന് ലന്തപ്പഴക്കായ തന്ന് പിന്നെ നടന്നേ കാലിന് നൊന്തു കുഴഞ്ഞേ കമ്പനി കൂടാൻ ഇങ്ങനെ പാത്തു പതിഞ്ഞ് നടന്നേ ചുറ്റിനും ഒത്തിരി കത്തണ പൊട്ടു വിളക്കുകൾ ഇങ്ങനെ മിന്നണ നേരത്തപ്പാട് നിൻ കണ്ണിനിതളെന്നിൽ പതിക്കണ് മിസിറിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തി. അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ ഭയങ്കരമായിട്ട് മഴ കൂടിയിട്ട് പിന്നെയും മഴ കൂടി വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മഴ കാണാനൊക്കെ നല്ല രസമാണ്, പക്ഷേ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ മഴയായാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ലൊക്കേഷൻ നോക്കി നമ്മളെ സ്ഥലം എത്താറായിട്ടുണ്ട്. ഈ വിളവൻകുടി കഴിഞ്ഞാൽ നമ്മളെ സ്ഥലം എത്തി. എവിടേക്കാണ് പോകുന്നത് ഇപ്പോൾ അറിയാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ സ്ഥലം. ബീച്ചിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നേരം നല്ലൊരു അടിപൊളി ബീച്ചായിരുന്നു. ഉണ്ണിയാൽ ബീച്ച് എന്നാ തോന്നുന്നു, തിരൂര് താനൂര് ആ റൂട്ടിലുള്ളൊരു ബീച്ചാണിത്. നല്ലൊരു അടിപൊളി ഒരു ഹാർബറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ ഫിഷൊക്കെ നോക്കി ഫ്രഷ് കിട്ടുമെന്ന്. പക്ഷേ ഭയങ്കര മഴയായത് കാരണം ഒരു ബോട്ടും പോയിട്ടില്ല എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. ബീച്ച് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കാലമായി ബീച്ചൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ഈ സ്ഥലമൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ലൊരു അടിപൊളി ബീച്ചായിരുന്നു. നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. മഴയുണ്ടായിരുന്നു. ഞാൻ കുടയൊക്കെ എടുത്തിരുന്നു. അത് അവരെയൊക്കെ കയ്യിലൊക്കെ കൊടുത്തു. കുറേ വീഡിയോസും ഫോട്ടോസും കിട്ടിട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബീച്ചിൽ പോയിട്ട്. നല്ല രസമായിരുന്നു. എൻ്റെ അനിയനും അമ്മയുടെ മോളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിട്ടോ, മഴ കാരണം പെട്ടെന്ന് പോന്നു. എന്നാലും നമുക്ക് കഴിയുന്നിടത്തോളം വീഡിയോസും ഫോട്ടോസും കിട്ടി. നല്ല മഴയായിരുന്നു കേട്ടോ. ബീച്ചിലൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ അതാണ് പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. മഴ മാത്രമല്ല, ഭയങ്കര കാറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ വഴിക്ക് വെച്ചിട്ട് എനിക്ക് ഒരു ചായ കുടിക്കാൻ പോയപ്പോൾ ഞാൻ ചായ നിർത്തി ഒരു ഷോപ്പിൽ കയറി ചായയൊക്കെ കുടിച്ച് കുറച്ച് ചിക്കൻ പക്കോടയൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഓക്കെ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.